രാവിലെ തന്നെ കുഞ്ഞുവിൻ്റെ കരച്ചിലും കേട്ടിട്ടാണ് കേട്ടോ ഈ വീട്ടിലെല്ലാവരും എഴുന്നേൽക്കുന്നത്. അവനെ കുളിപ്പിക്കുന്ന സമയത്ത് അവൻ ഭയങ്കര കരച്ചിലായിരിക്കും. കുളിപ്പിച്ച് നേരെ ഉണ്ണിയുടെ കയ്യിൽ കൊണ്ടുപോയി പൊതിഞ്ഞ് കൊടുത്തിട്ടോ ഉറക്കാനായിട്ട്. 2 ദിവസമായിട്ട് എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ നീർദോഷമല്ലേ അതേപോലത്തെ ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, വീർത്ത് കെട്ടി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഉറക്കാനായിട്ട് ഉണ്ണിയുടെ കൊടുത്തേക്കണോട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാമെന്ന് ഓർത്താൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ. മുടിയാണെങ്കിൽ എപ്പോഴും കുളിച്ചിട്ട് വന്നിട്ട് അതേപോലെ തന്നെ കെട്ടി വെക്കുന്നതുകൊണ്ട് ഭയങ്കര ചടയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. എല്ലാവരും പറയുന്ന ഈ സമയത്ത് നല്ലതായിട്ട് മുടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫുള്ള് കൊഴിഞ്ഞു പോകുമെന്നാണ് കേട്ടോ. അതുകൊണ്ടിട്ട് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ നടക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ഉറക്കാൻ കിടത്തിയ ആൾക്കാർ ഇതേ കിടന്ന് കളിക്കണം, അച്ഛനും മോനും കൂടി ആയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴേക്കും അതേ കളി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനെടുത്ത് കുറച്ച് കൊഞ്ചിക്കാനും പിടിക്കാനും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ അച്ഛൻ അത് സഹിച്ചില്ല. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ വന്ന് അവിടെ ഇരുന്ന് മേടിച്ചെടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടിയുള്ള കളിയൊക്കെ കഴിഞ്ഞ് ഉണ്ണി തിരിച്ചു പോയിട്ടോ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനും അമ്മച്ചിയും കൂടിയുള്ള മേടായിരുന്നു. എവിടെ ഉണ്ടാ ഇവനൊന്ന് ഉറക്കാൻ നോക്കിയിട്ട് ഇവനൊന്ന് ഉറങ്ങണം. ഞാനും അമ്മച്ചിയും കൂടി ചക്രശ്വാസം വലിച്ച് ഇവനൊന്ന് ഉറക്കാനായിട്ട് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഉറങ്ങി കിട്ടി കേട്ടോ. അല്ലെങ്കിൽ എത്ര നോക്കിയാലും നമ്മളിങ്ങനെ കുളിപ്പിച്ച് വരുമ്പോൾ പിള്ളേർക്ക് പാൽ കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങണമല്ലേ. ഇവനാണെങ്കിൽ ഉറങ്ങണമില്ല. കുറേ കഴിഞ്ഞ് ഇവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞിരിക്കുകയാണ്, കണ്ണെഴുത് പിരികൊഴുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ അടുത്ത് കണ്ണൊന്നും എഴുതൂല, പിരികം മാത്രം എഴുതിക്കാമെന്നും പറഞ്ഞ് ഉറക്കം എഴുന്നേറ്റപ്പോഴേക്കും പിരികമൊക്കെ എഴുതിച്ച് കുറച്ച് നേരം അടുത്ത് കിടത്തിയപ്പോൾ കുറച്ച് നേരം നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അതും കഴിഞ്ഞ് നമുക്ക് ഈ കുഞ്ഞിനെ രാത്രി ആകുമ്പോഴേക്കും പുഴുക്കുഞ്ഞിനെ രാത്രി ആകുമ്പോഴേക്കും പ്യൂപ്പയുടെ ഉള്ളിലേക്ക് കയറ്റണമെങ്കിൽ ഈ ഉടുപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം, അല്ലെങ്കിൽ നല്ല കൊതുകിൻ്റെ കടി.